Hello children, welcome to Kids Area Online. Integration Day 1 exam ഒക്കെ കഴിഞ്ഞു. വളരെ എളുപ്പമായിരുന്നു. Integration Day 2ന്റെ എക്സാമിനായിട്ട് പോകാനായിട്ട് റെഡി ആവുകയാണല്ലേ? ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസ് നമുക്കൊന്ന് പഠിച്ചാലോ? റെഡി ആണോ? പഠിക്കാവോ? ഓക്കെ. അങ്ങനെയാണെങ്കിൽ ടീച്ചർ അതിനു മുൻപ് മറ്റൊരു കാര്യം പറയട്ടെ. കിഡ്സ് ഏരിയ ഓൺലൈനിൽ 1ാം ക്ലാസ് മുതൽ 4ാം ക്ലാസ് വരെയുള്ള ട്യൂഷൻ നടക്കുന്നുണ്ട്. ക്രിസ്മസ് എക്സാം കഴിയുമ്പോൾ നെക്സ്റ്റ് ടൈമിന്റെ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. ലൈവ് സെഷനായിട്ടും റെക്കോർഡ് സെഷനായിട്ടും അവൈലബിൾ ആണ്. നിങ്ങൾക്ക് താല്പര്യമുണ്ട് എങ്കിൽ ഇവിടെ നൽകിയിട്ടുള്ള വാട്സ്ആപ്പ് നമ്പറിൽ മെസ്സേജ് അയക്കാവുന്നതാണ്. 9746487799 ഈ വാട്സ്ആപ്പ് നമ്പറിലേക്ക് മെസ്സേജ് അയക്കുക. ഓക്കെ, അപ്പൊ നമുക്ക് എക്സാമിന് ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസ് പഠിക്കാം. വരികൾ കൂട്ടിച്ചേർക്കാം. വരികൾ കൂട്ടിച്ചേർക്കാം എന്നുള്ളൊരു ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് എക്സാമിന് ഉണ്ടാകും. ടീച്ചറുടെ ഒരു എക്സാമ്പിൾ പറയുവാണ്. ചിലപ്പോൾ ഇതിനെ ചോദിക്കാൻ, ചിലപ്പോൾ വേറെ ആയിരിക്കും ചോദിക്കുന്നുണ്ടാവുക. മിട്ടുവിന്റെ പൂന്തോട്ടത്തിൽ പ്രഭാതമായപ്പോൾ നിറയെ പൂമ്പാറ്റകൾ. അവ ഓരോ പൂവിലും പാറി നടന്ന് തേൻ കുടിക്കുന്നു. തുമ്പികൾ നൃത്തം ചെയ്യുന്നു, കുയിലുകൾ കൂകിപ്പാടുന്നു, വണ്ടുകൾ മൂളി നടക്കുന്നു. മിട്ടുവിന് സന്തോഷമായി. അവൻ ഉച്ചത്തിൽ പാടി, പൂവുകൾ തോറും പൂമ്പാറ്റ, പൂമ്പൊടി തിന്നും പൂമ്പാറ്റ, പാറി നടക്കും പൂമ്പാറ്റ, പൂവുകൾ തോറും പൂമ്പാറ്റ. ഇവിടെ നിങ്ങൾ ശ്രദ്ധിച്ചായിരുന്നോ? പൂവുകൾ തോറും പൂമ്പാറ്റ, പൂവുകൾ തോറും പൂമ്പാറ്റ ആണല്ലോ. അപ്പൊ നിങ്ങൾക്ക് എന്ത് ചെയ്യാം? ആദ്യവും അവസാനം എന്തെഴുതാം? പൂവുകൾ തോറും പൂമ്പാറ്റ, പൂന്തേനുണ്ണും പൂമ്പാറ്റ, നൃത്തം ചെയ്യും പൂമ്പാറ്റ, പൂവുകൾ തോറും പൂമ്പാറ്റ. നിങ്ങൾക്ക് തരുന്ന ആ ഒരു വരികളിൽ റിപ്പീറ്റ് ആയിട്ട് ഒരുപോലെ ആവർത്തിച്ച് വരുന്നതുണ്ടോ എന്ന് നോക്കുക. നോക്കിയിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം? അത് ആവർത്തിച്ചെഴുതാം, പ്രശ്നമില്ല. മറ്റുള്ള വരികൾ എന്ത് ചെയ്യണം? അതേ താളത്തിന് നിങ്ങൾ എന്ത് ചെയ്യണം? എഴുതി ചേർക്കണം. വീണ്ടും എങ്ങനെ എഴുതാം? പൂവുകൾ തോറും പൂമ്പാറ്റ, ചന്തം കവരും പൂമ്പാറ്റ, മിട്ടുവിനുണ്ടൊരു പൂമ്പാറ്റ, പൂവുകൾ തോറും പൂമ്പാറ്റ. അല്ലെങ്കിൽ ഈ 4 വരിയും മുഴുവനായിട്ട് മാറ്റി നിങ്ങൾക്ക് എന്ത് ചെയ്യാം? 4 വരിയും പുതുതായി അതേ താളത്തിൽ എഴുതാം. എങ്ങനെയാ? പൂന്തേനുണ്ണും പൂമ്പാറ്റ, നൃത്തം ചെയ്യും പൂമ്പാറ്റ, ചന്തം കവരും പൂമ്പാറ്റ, മിട്ടുവിനുണ്ടൊരു പൂമ്പാറ്റ. ഇതുപോലെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം? എഴുതാട്ടോ. അപ്പൊ നിങ്ങൾക്ക് എങ്ങനെയാണോ വരികൾ കൂട്ടിച്ചേർക്കാനായിട്ട് ക്വസ്റ്റ്യൻ വരുന്നത് നിങ്ങൾ നല്ലതുപോലെ മനസ്സിലാക്കുക. മനസ്സിലാക്കിയ ശേഷം അതേ താളത്തിൽ എഴുതിയാൽ മാത്രമേ നിങ്ങൾക്ക് പോയിന്റ് കിട്ടൂ, മാർക്ക് കിട്ടൂ. വെറുതെ എഴുതിയിട്ട് കാര്യമില്ല. നിങ്ങൾ ആദ്യത്തെ 4 വരിയും പാടി നോക്കുക. ചിലപ്പോൾ ചിത്രം തന്നിട്ടുണ്ടാവും, അല്ലെങ്കിൽ വരികൾ മാത്രം നൽകിയിട്ടുണ്ടാവും. അത് പാടി നോക്കുക. പാടി നോക്കിയ ശേഷം അതേപോലെ അതേ താളത്തിൽ എന്ത് ചെയ്യണം? പാടാൻ കഴിയുന്ന വാക്കുകൾ ചേർത്ത് നിങ്ങൾക്ക് എഴുതാം. ഇവിടെ എല്ലാം പൂമ്പാറ്റ 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 എന്ന് ആവർത്തിച്ച് വരുന്നത് പോലെ പൂമ്പാറ്റ 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 ഇങ്ങനെ ആവർത്തിച്ച് നമുക്ക് എന്ത് ചെയ്യാം? ആവർത്തിച്ച് വരുന്നത് നമ്മൾക്ക് എന്ത് ചെയ്യാം? നമുക്കും ആവർത്തിച്ച് എഴുതാം. മറ്റുള്ളത് പുതിയ വാക്കുകൾ കണ്ടെത്തിയാൽ മതി. ഇനി ഞങ്ങൾ ഔഷധം, ഞങ്ങൾ ഭക്ഷണം, ഞങ്ങൾ ഭക്ഷണത്തിന് രുചിയും മണവും കൂട്ടുന്നവർ, ഞങ്ങൾ മണമുള്ളവർ. ഞങ്ങൾ ഔഷധം എന്ന് പറഞ്ഞ് കുറച്ച് ഇലകൾ വന്നു. ആരൊക്കെയാണ്? തുളസിയില, മല്ലിയില, ഞവരയില, വെറ്റില, തകരയില, തുമ്പ. ഇതിൽ നിങ്ങൾക്ക് എളുപ്പമുള്ള കുറച്ച് ഇലകളില്ലേ? തുളസിയില. തുളസിയില എഴുതാൻ കഴിയുമല്ലോ. ഞവരയില, ഞവരയില എഴുതാൻ കഴിയില്ലേ? വെറ്റില, തുമ്പ എഴുതാൻ പറ്റൂല്ലേ? ഞങ്ങൾ ഭക്ഷണം, നിങ്ങൾക്ക് കഴിക്കാൻ അറിയാവുന്ന ചില ഇലകൾ നിങ്ങൾക്ക് പരിചയം ഉണ്ടാവും. ചീര, ചീര അറിയില്ലേ? മുരിങ്ങയില അറിയില്ലേ? ചേമ്പില അറിയില്ലേ? എഴുതിക്കൂടെ? ഓക്കെ. ഞങ്ങൾ ഭക്ഷണത്തിന് രുചിയും മണവും കൂട്ടുന്നവർ. അങ്ങനെ ചോദിച്ചാൽ കറിവേപ്പില നിങ്ങൾക്ക് അറിയാതിരിക്കില്ല. കറിവേപ്പില അറിയാം, കറിവേപ്പില. പുതിനയില അറിയില്ലേ? പുതിനയില, മല്ലിയില, വയനയില, അപ്പം ഉണ്ടാക്കുന്ന വയനയില. കറിവേപ്പിലയും പുതിനയിലയും മല്ലിയിലയും നിങ്ങൾ ഓർമ്മിക്കുമല്ലോ. ചോദിച്ചാൽ എഴുതിക്കൂടെ? എഴുതാം. ഞങ്ങൾ മണമുള്ളവർ. മണമുള്ള ഇലകൾ ഏതൊക്കെയാ? തുളസിയില മണമുണ്ടല്ലോ, ഞവരയില മണമുണ്ടല്ലോ, പുതിനയില മണമുണ്ടല്ലോ, മല്ലിയില മണമുണ്ടല്ലോ, കറിവേപ്പില മണമുണ്ടല്ലോ. അപ്പോൾ മണമുള്ള ഇലകൾ നിങ്ങൾക്ക് എന്ത് ചെയ്യാം? ചോദിച്ചാൽ എഴുതാം.
ഇപ്പൊ ഔഷധങ്ങളായിട്ടുള്ള ഇലകൾ, ഭക്ഷണത്തിന് ഉപയോഗിക്കുന്ന ഇലകൾ, മണവും രുചിയും കൂട്ടാൻ ഉപയോഗിക്കുന്ന ഇലകൾ, മണമുള്ള ഇലകൾ, ഇതൊക്കെ നമ്മൾ പഠിച്ചു വെച്ചിരിക്കാം. ഇവിടെ നോക്കണേ, ഇത് 100ന്റെ ബാസ്കറ്റ്സ്, കുട്ടകളാണ്. 100ന്റെ എത്ര കുട്ടകളുണ്ട്? 1, 2, 3, 4. 100ന്റെ 4 കുട്ടകൾ ഉണ്ടെങ്കിൽ എത്രയായി? 4, 100, 400. ഹൺഡ്രഡ്സിന്റെ ഓരോ കുട്ടകൾ, 100ന്റെ 4 ബാസ്കറ്റ്സ് ഉണ്ട്. 100 പൂക്കളുള്ള ഒരു ബാസ്കറ്റ്, 100 പൂക്കളുള്ള രണ്ടാമത്തെ ബാസ്കറ്റ്, 100 ഫ്ലവേഴ്സ് ഉള്ള മൂന്നാമത്തെ ബാസ്കറ്റ്, 100 ഫ്ലവേഴ്സ് ഉള്ള നാലാമത്തെ ബാസ്കറ്റ്. അപ്പോൾ 400s ഉണ്ട്. 400s ആയാൽ എന്തായി? 400. ഇവിടെ എത്ര ഹൺഡ്രഡ്സ് ഉണ്ട്? 2. 1, 2. 2 നൂറുകളായാൽ 200. 200. ഇവിടെ എത്ര നൂറുകളുണ്ട്? 1, 2, 3, 4, 5. 5 നൂറുകൾ. 500s ചേർന്നാൽ 500. ഇവിടെ 300s ഉണ്ട്. 1, 2, 3. 300s ആണല്ലോ. നിങ്ങൾക്ക് മനസ്സിലായില്ലേ? അങ്ങനെയാണെങ്കിൽ ഇത് ശരിയാണോ എന്ന് നോക്കാവോ? നൂറുകൾ എത്ര എണ്ണം വീതമുണ്ട്? ഇവിടെ മങ്കി ഉണ്ട്, ഡീർ ഉണ്ട്, പാരറ്റ് ഉണ്ട്, എലിഫന്റ് ഉണ്ട്. മങ്കിക്ക് ഒരു 100 ഉണ്ട്. 100ന്റെ കൂട്ടം 1 ഉണ്ട്. 10ന്റെ കൂട്ടം 1 ഉണ്ട്. 1ന്റെ 2 പൂക്കളുണ്ട്. അപ്പോൾ ആകെ എത്രയായി? 100ഉം 10ഉം 110. 110ഉം 2ഉം 112. 100, 100, 110, 112. ഓക്കെ, ഇവിടെ 100. 10ന്റെ 2, അപ്പോൾ 20. 120. 100ന്റെ 1, 1ന്റെ 8, അപ്പോൾ 108. ഇവിടെ 100 ഒന്നുമില്ല, 1s ഇല്ല, 10s മാത്രം. 1, 2, 3, 4, 5, 6. 6 10s 60. 100s, 10s, 1s എഴുതാനായിട്ട് അറിയാലോ. എത്ര ഹൺഡ്രഡ്സ് ഉണ്ടെന്ന് നോക്കുക. 200s ആണെങ്കിൽ 200. അപ്പൊ ഇവിടെ 1ന്റെ സ്ഥലത്ത് 2 വരും. എത്ര 10s ഉണ്ടെന്ന് നോക്കുക, അത് രണ്ടാമത് എഴുതുക. എത്ര 1s ഉണ്ടെന്ന് നോക്കുക, അത് മൂന്നാമത് എഴുതുക. മനസ്സിലായല്ലോ? എളുപ്പത്തിൽ എങ്ങനെ എഴുതാം? ഇത് അറിയാത്തവർക്ക് ടീച്ചർ പറഞ്ഞു തരാം. എത്ര ഹൺഡ്രഡ്സ് ഉണ്ടെന്ന് നോക്കുക. ഇവിടെ ഒരു 100 ആണെങ്കിൽ 1 ഇവിടെ എഴുതി. എത്ര 10s ഉണ്ട്? 10 പൂക്കളുള്ള ഒരു കൂട്ടം. ഇവിടെ വീണ്ടും 1s എഴുതി. എത്ര ഒന്നുകളുണ്ട്? 2. 2 ഇവിടെ എഴുതി. ഇവിടെ എങ്ങനെ എഴുതുന്നത് പോലെ ഉണ്ടോ? ആദ്യം 100, എന്നിട്ട് 10, എന്നിട്ട് 1. ഇതൂടെ അതുപോലെ 100, 10, 1. 100ന്റെ 1, 10ന്റെ 1, 1ന്റെ 2. 100ന്റെ 1, 10ന്റെ 1, 1ന്റെ 2. എഴുതാൻ മനസ്സിലായല്ലോ? തെറ്റാതെ എഴുതുമല്ലോ. അടുത്തത് നീന്തുന്നവ, ഇഴയുന്നവ, പറക്കുന്നവ, നടക്കുന്നവ. ഒരു ഫംഗ്ഷന് നീന്തുന്ന കുറച്ച് ആൾക്കാർ വന്നു, ഇഴയുന്നവർ വന്നു, പറക്കുന്നവർ വന്നു, നടക്കുന്നവർ വന്നു. കാട്ടിലെ രാജാവിന്റെ പിറന്നാളാണ്. കാട്ടിലെ രാജാവിന്റെ പിറന്നാളിന് എല്ലാവരെയും ക്ഷണിച്ചു. നമ്മുടെ എലിയുണ്ടല്ലോ, സിംഹരാജന്റെ പിറന്നാളല്ലേ, എലികളുണ്ടല്ലോ, എലികളെയാണ് ക്ഷണിക്കാനായിട്ട് വിട്ടത്. അവർ ആരെയൊക്കെ വിളിച്ചിട്ടുണ്ടാകും? നീന്തുന്നവരെ വിളിച്ചിട്ടുണ്ടാവും, ഇഴയുന്നവരെ വിളിച്ചിട്ടുണ്ടാവും, പറക്കുന്നവരെ വിളിച്ചിട്ടുണ്ടാവും, നടക്കുന്നവരെ വിളിച്ചിട്ടുണ്ടാവും അല്ലെ? ആരൊക്കെ ആയിരിക്കും വന്നിട്ടുണ്ടാവുക? നീന്തുന്നവരിൽ നിന്ന് ആരൊക്കെ വന്നിട്ടുണ്ടാവും? താറാവ്, ആമ, തവള, മീൻ ചിലപ്പോൾ വന്നിട്ടുണ്ടാവാം അല്ലെ? ഇഴയുന്നവർ ആരൊക്കെയാണ്? ഒച്ച്, പാമ്പ്, പല്ലി, ഓന്ത്, അരണ, അട്ട. പറക്കുന്നവർ ആരൊക്കെയാ? കാക്ക, തത്ത, പ്രാവ്, പാറ്റ, പുൽച്ചാടി, പൂമ്പാറ്റ. ഇനി നടക്കുന്നവർ ആരൊക്കെയാ? ഉറുമ്പ്, മനുഷ്യൻ, ആമ, കുറുക്കൻ, ചെന്നായ, മുയൽ, കോഴി. ഇവരെല്ലാം നടക്കുന്നവരാണ്. അപ്പൊ ഇതിൽ നിന്ന് നീന്തുന്നവർ ആരൊക്കെയാണ്? കുറെ പേര് വന്നിട്ടുണ്ട്. അത് നീന്തുന്നവരെ ഒരു കൂട്ടമാക്കുക, ഇഴയുന്നവരെ ഒരു കൂട്ടമാക്കുക, പറക്കുന്നവരെ ഒരു കൂട്ടമാക്കുക, നടക്കുന്നവരെ ഒരു കൂട്ടമാക്കുക. അങ്ങനെ ചോദിച്ചാൽ നിങ്ങൾക്ക് അറിയാലോ, എഴുതാനായിട്ട് അറിയാലോ. നിങ്ങൾ തെറ്റാതെ എഴുതുമല്ലോ. എഴുതും. ഓക്കെ, അപ്പോൾ ക്വസ്റ്റ്യൻസ് എല്ലാം നല്ലതുപോലെ പഠിച്ചിട്ട് പോവാ. ഓക്കെ ചിൽഡ്രൻ, ബൈ ബൈ, താങ്ക് യു.